വെൽക്കം ബാക്ക് ടു ആർക്കേനിക്സ്. അപ്പൊ നമ്മൾ ഒരു 2 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ബിഹൈൻഡ് സെൻസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് ഇവിടെ ഒരു ഡയഗ്രാം കാണാൻ പറ്റും അല്ലെ, ഒരു ഫിഗർ കാണാൻ പറ്റും. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഏതാണ് ഈ ഒരു പെർട്ടിക്കുലർ ഫിഗർ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലെ. ഇത് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഏതാണ്? യെസ്, നമ്മുടെ ഇയറിലെ ഒരു പാർട്ടാണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നെയിം ദ പാർട്സ് ലേബിൾഡ് ആസ് എ ആൻഡ് ബി, റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ബി. അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ ആൻസർ? യെസ്, ആൻസർ അറിയുന്നവരൊക്കെ മനസ്സിൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണേലും കിട്ടിയിട്ടുണ്ടാവും. യെസ്, വാട്ട് ഇസ് ആൻസർ? നമ്മുടെ എ എന്ന് പറയുന്നത് സെമി സർക്കുലാർ കനാൽസ് ആണ്. നോക്കിക്കേ, എ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെമി സർക്കുലാർ കനാൽസും ബി എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റിബുലാർ നെർവും ആണ്. ഓക്കെ, നമ്മുടെ ഇന്റേണൽ ഇയറിൽ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ റീജിയൻസ് ആണ് അല്ലെ, നമ്മുടെ സെമി സർക്കുലാർ കനാൽസും അതുപോലെ വെസ്റ്റിബുലാർ സിസ്റ്റം. ഓക്കെ, ഇനി എന്താണ് ഈ ഒരു വെസ്റ്റിബുലാർ നെർവിന്റെ ഫംഗ്ഷൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? B is vestibular nerve which carry impulses from vestibular system to the brain. Okay, അപ്പൊ ഈ ബാലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പൾസസ് കറക്റ്റ് ആയിട്ട് ബ്രെയിനിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് നമ്മുടെ വെസ്റ്റിബുലാർ നെർവ്. ഇനി കേൾവിയായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ഇമ്പൾസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്? ഓഡിറ്ററി നെർവ് ആണ് സഹായിക്കുന്നത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചിരിക്കുക. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.